അമേരിക്കക്കാർ തന്നെ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് സംശയിക്കുന്ന പ്രസിഡന്റിന്റെ എന്താ പറയാ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ജൽപ്പനങ്ങൾ അല്ലെങ്കിൽ പുള്ളിയുടെ കുറച്ച് പ്രസ്താവനകളാണ് നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവനയാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള പ്രസ്താവന കേട്ടോ. അതായത് പശ്ചിമേഷ്യ തകരുമായിരുന്നു, മാനസിക വിഭ്രാന്തി ഉള്ളവരുടെ കൈവശം അണുവായുധം അനുവദിക്കില്ല. ഇതുണ്ടല്ലോ, ഈ ഒരു സാധനം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. യഥാർത്ഥത്തിൽ ഈ എന്താ പറയുക, അണുവായുധം കൈവശമുള്ള എന്നാൽ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് സംശയിക്കുന്ന ആരാണ്? അല്ലെങ്കിൽ അമേരിക്ക തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാ? അതായത് മാനസിക വിഭ്രാന്തി ഉള്ളവരുടെ കൈവശം അണുവായുധം അനുവദിക്കില്ല എന്ന് പറയുന്നത് മറ്റൊരു ചെറുതായിട്ട് ലൂസുള്ള ഒരാളാണെന്നുള്ളതാണ് അതിലെ ഏറ്റവും കോമഡി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള മറ്റേ US കോൺഗ്രസ്സിൽ പീറ്റർ ഹെക്സത്തിനോടൊക്കെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ അമ്പ് ചെയ്യുന്ന പോലത്തെ, ശരം കൊള്ളുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് പീറ്റർ ഹെക്സത്തിനോട് വരെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഇറാനിൽ ജയിച്ചോ അതോ തോറ്റോ? പീറ്റർ ഹെക്സത്ത് പറയുന്നത് അല്ല, നമ്മൾ ജയിച്ചു, പക്ഷെ നമ്മൾ തോറ്റാലും നമ്മൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് ആൻസർ ഉണ്ടല്ലോ, അതാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേട്ടോ, ഇറാന് ദോഷവും അമേരിക്കക്ക് ഗുണവുമാകുന്ന കരാറുകൾ മാത്രമേ അംഗീകരിക്കൂ. അതെന്ത് കരാറാണ്? ഇങ്ങനെ ഒരു കരാർ ഉണ്ടാവുമോ? അമേരിക്കക്ക് ഗുണവും ഇറാന് ദോഷവും. കരാറിലെത്താന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കൂട്ടർക്കും വലിയ കുഴപ്പമില്ലാത്ത, രണ്ട് കൂട്ടർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കോമൺ പോയിന്റിലോട്ട് എത്തുക എന്നുള്ളതല്ലേ. അവിടെയാണ് പറയുന്നത് അമേരിക്കക്ക് ഗുണവും ഇറാന് എന്താ പറയുക ദോഷവുമാകുന്ന കരാറെ അംഗീകരിക്കുള്ളൂ എന്നുള്ളത്. ഇവരാരാണ് ഇങ്ങനെ പറയാൻ? ഇവർക്ക് എന്താണ് അധികാരം? ഇവരുടെ ടെറിട്ടറിയോ അല്ലെങ്കിൽ ഇവരുടെ എക്സ്റ്റെൻഡഡ് കൺട്രിയോ ഒന്നും അല്ലല്ലോ ഇറാൻ എന്ന് പറയുന്നത്. അതൊരു സോവറിനിറ്റി ഉള്ള ഒരു സ്ഥലമല്ലേ. അവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് ദോഷമാവുന്നത് ഞങ്ങൾക്ക് ഉപകാരമുള്ളത് മാത്രം ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന്. ഇതെന്താ ഗുണ്ടേ? ഇതെന്താ ഗുണ്ടാരാജോ? ഇതെന്താ വെള്ളരിക്ക പട്ടണം വല്ലതുമാണോ? ഇനി അടുത്ത പ്രസ്താവന, ഇറാനുമായുള്ള സംഘർഷം അവസാനിച്ചു. അതിലൊരു ഭേദപ്പെട്ട സാരമായിട്ട് തോന്നുന്നത് ഇറാനുമായുള്ള സംഘർഷം അവസാനിച്ചു എന്ന് പറയുന്നതാണ്. പക്ഷെ അതിന്റെ പുറകിൽ വേറെ റീസൺ ഉണ്ട് കേട്ടോ. അതായത് 60 ദിവസത്തിൽ കൂടുതൽ ഒരു യുദ്ധം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 61ാമത്തെ ദിവസം മുതൽ അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അനുമതി വേണം. ഈ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആ അനുമതി കിട്ടൂല. അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി അമേരിക്കയിലുള്ള മേജർ ആയിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത്, ഇപ്പൊ സഹ്റാൻ മംദാനിയുടെ ഒരു വീഡിയോ ഉണ്ട്, അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് ഇത്ര $1 ബില്യൺ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം കൊണ്ടുപോയി പൊട്ടിച്ച് കളയാ. ആ പൈസ അവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര നന്നായേനെന്നാ പറയുന്നേ. ഇപ്പൊ ഈ പറയുന്ന ന്യൂയോർക്കിലൊക്കെയുള്ള ആളുകൾ വാടക കൊടുക്കാൻ തന്നെ ശമ്പളത്തിന്റെ പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം വാടകയ്ക്ക് തന്നെ കൊടുക്കുക. അപ്പൊ ആ സ്ഥലത്താണ് ഇത്ര അധികം $ബില്യൺസ് കൊണ്ടുപോയി കത്തിച്ച് കളയുന്നേ, പൊട്ടിച്ച് കളിക്കുന്നേ. അപ്പൊ ആ പൈസ അതായത് അമേരിക്കക്കാർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പൈസ എന്നാ പറയുന്നത്. പിന്നെ ഇന്നലെ ഒരു കോൺഗ്രസ്സിലെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ഒരു ഏകദേശം 5,000 ബില്യണോ 5,000 മില്യണോ എന്തോ ആണ് ഒരു അമേരിക്കക്കാരന്റെ മേലെ വരുന്ന ചെലവ്, അല്ലെങ്കിൽ $5,000 ആണ് ഒരു അമേരിക്കക്കാരന്റെ മേലെ വരുന്ന ചെലവ് എന്ന് പറയുന്നത് ഈ യുദ്ധം കാരണം. അതായത് എത്രയോ ബില്യൺ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഈ ശ്രീലങ്കയുടെയും അതേപോലെ തന്നെ ഈ പറയുന്ന നേപ്പാളിന്റെ ഒക്കെ ടോട്ടൽ ബജറ്റിന്റെ എത്രയോ ഇരട്ടിയാണ് അമേരിക്കയുടെ ഡിഫൻസ് ബജറ്റ് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു യുദ്ധം കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു അമേരിക്കക്കാരന്, അതായത് ഈ പറയുന്ന സ്ട്രീറ്റിലൊക്കെ ജീവിക്കുന്ന അമേരിക്കക്കാർ അവിടെ ഉണ്ട്, അവരുടെ മേലിൽ ഒരാളുടെ മേലിൽ $5,000 വരുന്നതെന്നുള്ളതാണ്. എത്ര ലക്ഷം രൂപയായി അത് $5,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെലവ് വരുന്നതെന്നാ പറയുന്നത്. അപ്പോൾ ഈ 60 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ അനുമതി കിട്ടണം എന്നുണ്ടെങ്കിൽ കിട്ടൂല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇറാനുമായിട്ട് ഇപ്പൊ യുദ്ധമില്ല, യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്, ഇപ്പൊ സീസ് ഫയറിലാണ് ഇപ്പൊ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. അതായത് ടിഷ്യൂവും ബോംബ് ഇടുന്നില്ല എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ബ്ലോക്കേഡ് അവിടെയുണ്ട്. ബ്ലോക്കേഡ് പിന്നെ എന്തിന്റെ ഭാഗം ആണോ എന്തോ, യുദ്ധത്തിന്റെ ഭാഗമല്ല. ഈ പറയുന്ന കപ്പലുകളവിടെ കൊണ്ടുപോയിട്ടിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ ബ്ലോക്കേഡ് അവിടെയുണ്ട്, പക്ഷെ ഞങ്ങൾ യുദ്ധത്തിലല്ല. അതുകൊണ്ട് യുദ്ധം ഇപ്പൊ 25 ദിവസം മാത്രം നടന്നിട്ടുള്ളൂ, അല്ലെ 15 ദിവസം മാത്രമേ യുദ്ധം നടന്നിട്ടുള്ളൂ, ബാക്കി യുദ്ധമല്ല. അപ്പൊ ഞങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ ദിവസം ബാക്കിയുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇറാനുമായുള്ള സംഘർഷം അവസാനിച്ചു എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഒന്നുകിൽ ഇറാനെ തകർക്കും അല്ലെങ്കിൽ അവരുമായിട്ട് കരാറിലെത്തും. ഇത് അടുത്തത്.
അപ്പൊ നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്, ഇറാന് ദോഷവും അമേരിക്കക്ക് ഗുണവുമായിട്ടുള്ള കരാറ്. ആ കരാറിൽ എത്തണം, അല്ലെങ്കിൽ ഇറാനെ തകർക്കും. തകർക്കുന്ന കാര്യം ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ. അതായത് USS ജെറാൾഡ് ഓൾറെഡി തിരിച്ചു പോയി. USS ജെറാൾഡിലുള്ള ഒരു രസകരമായിട്ടുള്ള സംഗതി എന്താണെന്നറിയോ? അതിനകത്തുള്ള പട്ടാളക്കാർക്ക് ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ, രണ്ടിന് പോകണമെന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കണം. അതായത് ആ കപ്പലിനകത്ത് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ആ തീപിടുത്തം ഉണ്ടായപ്പോൾ അതിനകത്തുള്ള ടോയ്ലറ്റുകൾക്കൊക്കെ എന്താ പറയുക, നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ USS ജെറാൾഡിൽ നിന്നാണ് ഈ പറയുന്ന ഭക്ഷണമില്ല, ഒരു കഷ്ണം ഇറച്ചിയും പിന്നെ കുറച്ച് ക്യാരറ്റിന്റെ കഷ്ണങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഫോട്ടോസ് അതിലുള്ള പട്ടാളക്കാർ ഫാമിലിക്ക് അയച്ചു കൊടുത്തത്. അത് അമേരിക്കയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പൊ ഇവർക്ക് ഒന്നാമത് തിന്നാനൊന്നുമില്ല ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അഥവാ ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിലോ വരി നിൽക്കാൻ കൂടെ വേണം. അപ്പൊ അങ്ങനത്തെ ഒരു ദുരിതമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ USS ജെറാൾഡ് പോയപ്പോൾ അതിനവിടുന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. പിന്നെ അബ്രഹാം ലിങ്കിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലോ ഒരു 6 മിസൈല് ഇറാൻ അതിൽ കൊണ്ടുപോയി ഇട്ടിട്ടുമുണ്ട്. അപ്പൊ അതിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ 4 പ്രസ്താവനകൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നതെന്നുള്ളതാണ്. ഒന്നാമത്തെ എന്താണ്, മാനസിക വിഭ്രാന്തി ഉള്ളവന്റെ കൈവശം അണുവായുധം അനുവദിക്കില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിന് മുന്നേ ഒരാഴ്ച മുന്നേ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നേ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ട്രംപ് ഇറാന് മേലെ അണുവായുധം പ്രയോഗിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പുള്ളി അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ആലോചന വന്നപ്പോൾ തന്നെ പുള്ളിന്റെ കയ്യിൽ നിന്ന് ഈ അണുവായുധം കൺട്രോൾ ചെയ്യാനുള്ള കിടതാപ്പൊക്കെ എടുത്തോണ്ട് പോയി എന്നുള്ളതാണ് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളി ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് ഓക്കെ ഇന്ന് നമുക്കൊരു അണുബോംബ് അങ്ങ് ഇട്ടേക്കാം അവിടെ എന്നുള്ള ഒരു ലെവലില് ചിലപ്പോൾ അങ്ങ് ഇട്ടേനെ എന്നുള്ളതാണ് പറയണേ. അപ്പോ ഭ്രാന്തന്റെ കയ്യിൽ നിന്ന് ഓൾറെഡി അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടുള്ള ഒരു ഭ്രാന്തൻ എന്ന് പറയുന്നത് ഭ്രാന്തന്മാരുടെ കയ്യിൽ ഈ സാധനം കിട്ടിയ പ്രശ്നമാണെന്നുള്ളത്. ഇനിയിപ്പോ ഇതൊന്നും അല്ലാണ്ട് തന്നെ വേറെ കുറച്ച് ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 6000 ടണ്ണിന്റെ പടക്കോപ്പുകൾ ഇസ്രായേലിലേക്ക് അമേരിക്ക എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന കോൺഗ്രസ്സിൽ കിട്ടേണ്ട അനുമതിയും ഇനി അത് കിട്ടാണ്ടിരിക്കുകയും എന്നാൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് വായിക്കുന്ന സമയത്തെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇനി ഈ യുദ്ധം തുടരാൻ പോകുന്നത് ഇസ്രായേലാണോ, ഇസ്രായേൽ മാത്രമായിട്ടാണോ, അമേരിക്കയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് അമേരിക്ക ഇൻഡയറക്റ്റ് ആയിട്ട് സഹായിക്കുന്ന യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്നൊരു സംശയമുണ്ട്. അതായത് ഇപ്പൊ കോൺഗ്രസിന്റെ അനുമതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് അവിടുന്ന് പിന്മാറേണ്ടി വരും. അമേരിക്ക അങ്ങനെ നാണം കെട്ടി പിന്മാറുന്ന രീതിയിലോട്ടൊന്നും കോൺഗ്രസും അനുവദിക്കത്തില്ല. അവർക്ക് അവരുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് അവർ ചെയ്യത്തുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എന്തിനാ ഈ 6000 ടണ്ണിന്റെ വെടിക്കോപ്പുകൾ ഇസ്രായേലിലോട്ട് എത്തിച്ചത് എന്തിനാ? അപ്പൊ ഇനി ഇസ്രായേലാണോ ഈ യുദ്ധം നടത്തുന്നത്? ഇസ്രായേലിന് ഈ പറയുന്ന കോൺഗ്രസും കിടതാപ്പും പരിപാടിയൊന്നും ഇല്ല. അവർക്കങ്ങ് തോന്നുകയാണ്, നേരം വെളുത്ത് എണീറ്റ ഉടനെ തന്നെ നെതന്യാഹുവിന് തോന്നുകയാണ് ഇന്ന് നമുക്ക് ലെബനോനിൽ 4 ബോംബ്, ഇന്ന് ഗാസയിൽ 2 എണ്ണം, വെസ്റ്റ് ബാങ്കിൽ 3 എണ്ണം, ഇറാനിൽ ഒരു 10 എണ്ണം എന്നങ്ങ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അങ്ങ് കൊണ്ടേ ഇട്ടാൽ മതി. മാത്രമല്ല പുള്ളി ഇത് കൊണ്ടേ ഇടുന്നതിനനുസരിച്ചിട്ട് പുള്ളിക്ക് നേരെയുള്ള അഴിമതി കേസിലെ വിചാരണ നീണ്ടു പോവുക ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ഇയാളുടെ ട്രംപിന്റെ തന്നെ വേറൊരു പ്രസ്താവനയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇസ്രായേലിന്റെ ഈ പറയുന്ന ഈ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കോടതിയോട് ട്രംപ് പറയുന്ന രീതിയിലാണ് ഇത് വന്നേക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട്, ഹീസ് എ ഗ്രേറ്റ് മാൻ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മാപ്പ് കൊടുത്തുകൂടാ പുള്ളി ചെയ്തതിനെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെയും കൂടെ ട്രംപ് പറയുന്നുണ്ട്. ആർക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പുള്ളിക്ക് മാപ്പ് കൊടുക്കുന്നതായിരുന്നു ഇതിലേറെ നല്ലത്. കാരണം എന്താ വെച്ചാൽ ലെബനോനിലെയും ഈ പറയുന്ന ഗസയിലെയൊന്നും ആൾക്കാർ കൊല്ലപ്പെടില്ലായിരുന്നു ഇങ്ങനെ മാപ്പ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ. ഇതിപ്പോ മാപ്പ് കിട്ടത്തുമില്ല, ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള അവസ്ഥ വരുന്ന സമയത്ത് മാക്സിമം ഈ സാധനം എക്സ്റ്റെൻഡ് ചെയ്ത് പോവാ. അതേപോലെ തന്നെ ഈ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിചാരണ കോടതിയിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങി പോന്നിട്ടുണ്ട് നെതന്യാഹു. അപ്പൊ നെതന്യാഹു ട്രാപ്പ് ആവാൻ പോകണം. പക്ഷെ ആ ട്രാപ്പിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വേറെ കളിയാണത്. ഒരു എന്താ പറയുക, ചോരക്കളി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പൊ ആ 6000 ടൺ ഉപയോഗിക്കാൻ പോകുന്നത് എവിടെയാ? അത് മിക്കവാറും ഉപയോഗിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇറാനിലായിരിക്കും. അതിന് അമേരിക്ക പിന്മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇനി അത് മാത്രമല്ല, ഇപ്പൊ UAE ഒപ്പക്കിൽ നിന്ന് തിരിച്ചു ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ അബ്രഹാം അക്കോർഡിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇസ്രായേൽ വികസിപ്പിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ UAEക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവർ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ലേസർ
ഈ പറയുന്ന 20 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഡ്രോണുകളൊക്കെ ഡിറ്റക്ട് ചെയ്യാനും അതിനെ ഡിസ്മാൻഡിൽ ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ലേസർ ബീമുകൾ ഇസ്രായേൽ വികസിപ്പിച്ചിട്ടുണ്ട്. അത് ഇസ്രായേൽ ആർമിയുടെ ഭാഗമാക്കുന്നതിന് മുന്നേ തന്നെ അത് ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഇവർ ഈ UAE കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പം അങ്ങനെ UAE ഒരു പ്രോക്സി ആയിട്ട് മാറ്റുന്നുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകളും ഇതിൻ്റെ ഇടയ്ക്ക് സജീവമാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റീജിയണിലെ ജിയോ പൊളിറ്റിക്സ് തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ജർമ്മൻ ചാൻസലർ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അമേരിക്കക്ക് ഇവിടുന്ന് എങ്ങനെ ഊരി പോരണം എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. ഇവന്മാർ ഇതൊരു ഐഡിയ ഇല്ലാണ്ട് പെട്ടിരിക്കുകയാണ് എന്നുള്ളത് ജർമ്മൻ ചാൻസലർ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 35,000-ഓളം പട്ടാളക്കാർ ജർമ്മനിയിൽ പല ക്യാമ്പുകളിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദേഷ്യം കാരണം അവിടുന്ന് 5,000 പട്ടാളക്കാരെ പിൻവലിക്കുന്നു എന്നും കൂടെ പറയുന്നുണ്ട്. പീറ്റർ ഹെക്സത്താണ് ആ കാര്യം തീരുമാനിക്കുന്നത്. ഒരു 5,000-ഓളം പേരെ അവിടുന്ന് പിൻവലിക്കുന്നുണ്ട് ജർമ്മനിയോടുള്ള ഒരു വിരോധം കൊണ്ട്. മാത്രമല്ല അഡീഷണൽ 25% ടാക്സ്, അതായത് ഈ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ജർമ്മൻ കാറുകൾക്കും അതേപോലെ തന്നെ ജർമ്മൻ ട്രക്കുകൾക്കൊക്കെ 25% അഡീഷണൽ ടാക്സ് ഏർപ്പെടുത്തുന്ന രീതിയിലോട്ടും കൂടെ മാറുന്നുണ്ട്. ഇപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കാർ മാനുഫാക്ചേഴ്സ് ഉള്ളത് ജർമ്മനിയിലാണ്, നമുക്കറിയാലോ. അതേപോലെ തന്നെ യൂറോപ്പിലാണ് ഏറ്റവും നല്ല ട്രക്ക് മാനുഫാക്ചേഴ്സും ഉള്ളത്. അപ്പോൾ അവിടെ മാനുഫാക്ചർ ചെയ്യുന്നതിന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ 25% ടാക്സ് കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു എക്സംഷൻ ആയിട്ട് പറയുന്നത്, ഒരു ചെറിയൊരു ഇതായിട്ട് കൊടുക്കുന്നത്, അമേരിക്കയിൽ തന്നെ നിങ്ങളത് മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ഒഴിവാക്കി തരാമെന്നും കൂടെ ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയനെതിരെയുള്ള പ്രതികാര നടപടിയിലോട്ടും പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആകെത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തുനിന്നും എന്താ പറയുക, സെറ്റ് ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തുനിന്നും പല തരത്തിലുള്ള അടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്ക് എന്നുള്ളതാണ്. ഇപ്പം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി, നാറ്റോ എന്ന് പറയുന്ന ആ ഒരു ബിംബം, ആ ഒരു ബിംബത്തിൽ കാതലായിട്ടുള്ള റിഫ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ്. അമേരിക്ക മാത്രം വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ട് പോയി, ബാക്കി യൂറോപ്യൻ യൂണിയൻ ഒറ്റക്കെട്ടായിട്ട് വേറെ സ്ഥലത്ത് നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ചയും കൂടെ കാണണം. മാത്രമല്ല അവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയുടെ മേലെയുള്ള ഡിപ്പെൻഡൻസിനെ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു സാധനം കൂടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അതായത് സ്വന്തമായിട്ടുള്ള വെപ്പൺസ്, സ്വന്തമായിട്ടുള്ള എന്താ പറയുക ആയുധങ്ങൾ നിർമ്മിക്കുക, ഈ കൈൻഡ് ഓഫ് ഏരിയയിലോട്ട് അവരുടെ ആർസണലിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലോട്ടുള്ള ഏരിയയിലോട്ട് അവരുടെ ഫോക്കസ് പോകുന്നു എന്നുള്ളതും കൂടെ നമ്മൾ കാണണം. മറ്റേത് അമേരിക്കക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് അമേരിക്ക ബോംബും വിമാനങ്ങളൊക്കെ ആയിട്ട് ചെല്ലുന്ന സമയത്ത് നാറ്റോവും കൂടെ അതിൻ്റെ കൂടെ പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിലൊക്കെ നമ്മൾ കണ്ടതാണത്. അപ്പം അതിനിപ്പം അത് നിർത്തി, അത് മതി. ഞങ്ങൾ ഈ തുടർച്ചയായിട്ടുള്ള യുദ്ധങ്ങളും ഈ യുദ്ധ ബജറ്റൊക്കെ ഇനി അവരുടെ നട്ടലൊടിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. മാത്രമല്ല അമേരിക്കക്കാണെന്നുണ്ടെങ്കിൽ ലോകത്തെ എണ്ണ വിറ്റിട്ടും ഈ പറയുന്ന രീതിയിലുള്ള ടെക്നോളജീനെ വിട്ടിട്ടും ഒക്കെ ഉള്ള കാശും അത്രയും ശക്തമായിട്ടുള്ള ഒരു സമ്പദ്ഘടന കൂടെ ഉണ്ട് എന്നുള്ളതും കൂടെ കാണണം. അപ്പൊ ഈ ഒരു സന്ദർഭത്തിലാണ് ഈ പറയുന്ന രീതിയിലുള്ള ജൽപ്പനങ്ങളെല്ലാം വരുന്നത് എന്നുള്ളതാണ് ഒരു ഭ്രാന്തന്റെ. ഇതിനൊക്കെ നന്നായിട്ട് ഇറാൻ എടുത്ത് ട്രോളി കൊല്ലുന്നുണ്ട് കേട്ടോ. ട്രോള് എന്ന് പറഞ്ഞാൽ ഒരു ഒടുക്കത്തെ ട്രോളാണ് എക്സില് നമുക്ക് കാണാൻ പറ്റുക. ഇന്നലെ അത് പറഞ്ഞു, ഇന്നിത് പറഞ്ഞു, ഇന്നലെ അത് പറഞ്ഞു, ഇന്നിത് പറഞ്ഞു പറഞ്ഞിട്ട് ട്രോളുകളുടെ ഒരു മഴ നമുക്ക് കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നാളെ നമുക്ക് ഇന്നും നാളെയായിട്ട് പറയുന്ന കുറച്ച് ജൽപ്പനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. കോമഡി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്.